പ്രജിതേ, ഒരു വലിയ ബ്രിട്ടീഷ് കമ്പനിയെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വ്യവസായി ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. ഒരു വലിയ ബ്രിട്ടീഷ് കമ്പനിയാണ്. അത് ആ സസ്പെൻസ് ഒന്ന് പൊട്ടിക്കോ. അത് സസ്പെൻസ് എന്നൊന്നുമില്ല. അത് വമ്പൻ ഒരു ബ്രിട്ടീഷ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ആയിട്ടുള്ള ബ്രിട്ടീഷ് പെട്രോളിയം, BP എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചിലർക്ക് നേരെ തിരിച്ചു പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക. അപ്പോൾ അതിനെ ആ പെട്രോളിയത്തിൻ്റെ കാസ്ട്രോൾ ലൂബ്രിക്കൻ്റ് ബിസിനസ്, കാസ്ട്രോൾ ഓയിൽ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും പണ്ട് മുതലേ കാണുന്ന ഒരു പരസ്യം ഒക്കെയും കാസ്ട്രോളിൻ്റെയാണ്. അപ്പോൾ ആ കാസ്ട്രോളിൻ്റെ കമ്പനിയെ ഏറ്റെടുക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോളോ ഗ്ലോബൽ മാനേജ്മെൻറ്റ്, ലോൺ സ്റ്റാർസ് ഫണ്ട്സ്, ഇന്ത്യൻ വ്യവസായ ഭീമനായിട്ടുള്ള മുകേഷ് അംബാനി എന്നിവരൊക്കെയാണ് അവരുടെ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് മുതൽ സൗദി അരാംകോ വരെ ഈ ഇടപാടിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ഇവരൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴും ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നതുകൊണ്ടാണ് നമുക്കത് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. ഇത് ഈ ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെൻറ്റ്, സ്റ്റോൺ പീക്ക് പാർട്ട്നേഴ്സ് എന്നിവർക്കൊക്കെ ഇത് വലിയ രീതിയിൽ ഈ യൂണിറ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവര കൈമാറ്റമൊക്കെ ഈ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറയുന്ന നിലവിലെ വിപണി സാഹചര്യത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ആസ്തി വിൽപ്പന ആയിരിക്കും ഇതെന്നാണ് പറയുന്നത്. ഏകദേശം 8 മുതൽ 10 ബില്യൺ ഡോളർ വരെയാണ് മൂല്യമുള്ള ഇടപാടായിരിക്കും നടക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് 85,000 കോടി രൂപയുടെ ഇടപാടാണ് ഇത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, കാസ്ട്രോൾ എന്ന കമ്പനി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 85,000 കോടി, അതായത് 8 മുതൽ 10 ബില്യൺ ഡോളർ വരെ എന്നാണ് പറയുന്നത്. ഏകദേശം 85,000 കോടി രൂപയുടെ ഇടപാടായിരിക്കും നടക്കുക എന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ മുകേഷ് അംബാനിയുടെ ബിസിനസ്സിന്റെ വളർച്ച എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു കണ്ണ് എന്നുള്ളത് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതും ഒക്കെ അവരുടെ അംബാനിയും അദാനിയുമാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന 2 പേരുകൾ. ടാറ്റ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, പക്ഷെ അംബാനിയും അദാനിയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും. അതെ. അപ്പൊ ഇവർക്കൊക്കെ ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു അവർക്ക് വരെ ഈ ബിസിനസ് യൂണിറ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ BP കൈമാറി എന്ന് പറയുന്നുണ്ട്. BP എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി. അപ്പൊ ബിസിനസ് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ തന്നെ ഏറ്റെടുക്കാനാണ് സൗദി അരാംകോയുടെ പദ്ധതി. അപ്പോൾ പൂർണ്ണമായും എന്നുള്ളതിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല. ഒരു വേള അവർ പൂർണ്ണമായും ഏറ്റെടുത്തേക്കാം, അതല്ലെങ്കിൽ അവർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാഗികമായിട്ടായിരിക്കും എന്നുള്ളതാണ് സൗദി അരാംകോ കമ്പനി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഇടപാടിനൊക്കെ ധനസഹായം നൽകുന്നതിന് വേണ്ടി ലിവറേജ്ഡ് ലോണുകളും ഉയർന്ന വരുമാനമുള്ള ബോണ്ടുകളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് വിവിധ ബാങ്കുകൾ 4 ബില്യൺ ഡോളർ ധനസഹായം നൽകാനും തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് ആണ് പുറത്തു വരുന്ന വിവരമൊക്കെ. ഇത് ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു വമ്പൻ വിദേശ ഭീമനെയാണ് ഇന്ത്യൻ വ്യവസായി ഏറ്റെടുക്കുന്നത്. അത് ഇന്ത്യൻ വ്യവസായി ഏറ്റെടുക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചും അതൊരു അഭിമാനകരമായ നിമിഷമാണ്. അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടി വരിക. അപ്പോ മോശമല്ല, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണ്. അപ്പൊ ഇന്ത്യൻ വിപണികളിലാണെങ്കിൽ അതെ, അതാ ഞാൻ പറഞ്ഞത്. ചെറുപ്പം മുതലേ ഈ കാസ്ട്രോൾ എന്നുള്ള ഒരു വാക്ക് ഇതൊക്കെ എല്ലാവരും കേട്ട് വളർന്നു, സ്റ്റിക്കർ മറക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിൽ, അതായത് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും പ്രചാരമുള്ള ലൂബ്രിക്കന്റ് ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ കാസ്ട്രോൾ. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഇരുചക്ര വാഹനങ്ങൾ മുതൽ വൻകിട യന്ത്രങ്ങൾക്ക് വരെ ആവശ്യമായ ലൂബ്രിക്കൻസും ഒക്കെ കാസ്ട്രോളിന് ഉള്ളത് കൊണ്ട് തന്നെ അത്
നമ്മൾ പറയില്ലേ, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന പരസ്യമാണ് എന്ന് പറയുന്നത് പോലെയാണ് അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭീമനായിട്ടുള്ള വ്യവസായി മുകേഷ് അംബാനി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ മികച്ച ബ്രാൻഡുകളിൽ ഒന്നായിട്ടുള്ള ഈ കാസ്ട്രോളിനെ നിലവിലെ ഉടമയായിട്ടുള്ള ബ്രിട്ടീഷ് എണ്ണ ഊർജ ഭീമനായിട്ടുള്ള BP വിൽക്കാൻ പദ്ധതിയിടുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ അത്രയും വരുന്നത്. അപ്പൊ ഈ മാതൃ കമ്പനിയുടെ കടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഠിനമായ ഒരു തീരുമാനത്തിലേക്ക് BP പോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ബ്രിട്ടീഷ് പെട്രോളിയവുമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബന്ധമുള്ള സഹകരണമുള്ളത് മുകേഷ് അംബാനിക്കാണ് അത്ര. അവർക്കാണ് അത്രയും ബന്ധമുള്ളത്. അപ്പോൾ റിലയൻസിന്റെ ജിയോ പമ്പുകൾ BP-യുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നും പറയുന്നു. അതായത് BP-യും റിലയൻസും ഇപ്പോൾ തന്നെ പങ്കാളികളാണ്. ആ പങ്കാളികളായിരിക്കെയാണ് BP-യെ വാങ്ങാനായിട്ട് അംബാനി പോകുന്നത്. അപ്പോൾ നിലവിൽ കാസ്ട്രോളിന് അത് സ്വന്തമാക്കുമ്പോൾ പിന്നെ ആ ഒരു സഹകരണത്തിൽ നിന്നും മുതലാളി എന്നുള്ള അതിന്റെ മുതലാളിയായിട്ട് മാറുകയാണ് അംബാനി എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ റിലയൻസിനെ കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റും ലോൺ സ്റ്റാർ ഫണ്ട്സ് പോലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളുമൊക്കെ ഈ കാസ്ട്രോളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ കമ്പനിയായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള സൗദി അരാംകോയും ഇതിൽ വരുന്നുണ്ട്. ഈ കാസ്ട്രോൾ എന്നുള്ള പേര് തന്നെ ഈ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഗോള ഓട്ടോ വിപണിയിലെ ഭീമനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാൻഡിനായിട്ട് ഇവർ അടികൂടുകയും ചെയ്യും. അപ്പൊ ഈ നല്ല കിടമത്സരം ഇതിനുള്ളിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അവർക്കാർക്ക് നഷ്ടം വരാൻ, അതായത് ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവരാരും മൽപ്പിടുത്തം പിടിക്കില്ല. അവിടെ സൗദി അരാംകോയാണ് നോക്കുമ്പോൾ അതിൽ കുറച്ച് വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. പക്ഷെ സൗദി അരാംകോയ്ക്ക് പറഞ്ഞതുപോലെ ഭാഗികമായിട്ടാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. വേണ്ടി വന്നാൽ അവർ മുഴുവനായിട്ടും ഏറ്റെടുക്കുമെന്ന് പറയുന്നിടത്ത് കൂടുതൽ സാധ്യത മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു 66,400 കോടി മുതൽ 85,000 കോടി രൂപ വരെയാണ് ഇതിനുള്ള ഒരു വിൽപ്പനയുടെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ പലരെയും സംബന്ധിച്ചിട്ടാണെങ്കിൽ കാസ്ട്രോൾ എഞ്ചിൻ ഓയിൽ ഒരു കമ്പനിയാണ് എന്ന് മാത്രം അറിയാം. എന്നാൽ ഇവര് വാഹനങ്ങൾക്ക് മാത്രമല്ല വൻകിട മെഷീനറികൾക്കുള്ള ലൂബ്രിക്കന്റും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ AI ഡാറ്റാ സെന്ററുകൾക്കായി ലിക്വിഡ് കൂളിംഗ് സാങ്കേതിക വിദ്യയും ഒക്കെ കാസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ അവർക്ക് അത് വലിയൊരു താല്പര്യം വരുന്നത് അതുകൊണ്ടാണ്. ഒന്നിലധികം കാര്യങ്ങളിലുണ്ട്. 2 വീലർ മുതൽ വാഹനങ്ങൾ വരെ ഉള്ള കാര്യങ്ങളിൽ ലൂബ്രിക്കൻസ് ഉണ്ട്, പ്ലസ് മെഷീനറികൾക്കുള്ളതുമുണ്ട്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ റിഫൈനറികളിൽ ഒന്ന് എന്ന് പറയുന്നത് റിലയൻസിന്റെയാണ്. അപ്പോൾ എണ്ണയ്ക്ക് പുറമെ ഈ പറയുന്ന AIയിലും കമ്പനിക്ക് മികച്ച പദ്ധതികളുണ്ട്. ഏറ്റെടുത്തതെല്ലാം പൊന്നാക്കുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ആളാണ് മുകേഷ് അംബാനി എന്ന് പറയുന്നത്. നമുക്കറിയാം കൃത്യമായിട്ടും അല്ലെ. ജിയോയുടെ ഫോൺ വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇതൊക്കെ എത്ര പോകുമെന്നുള്ളതായിരുന്നു, പുച്ഛിച്ച് തള്ളിയതായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ജിയോയുടെ ഇന്റർനെറ്റ് കണക്ഷൻ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആ ഫോണും സിം കാർഡും ഉൾപ്പെടെയുള്ള ഒരു ഫോൺ വന്നത് ചേട്ടന് ഓർമ്മയുണ്ടാകും. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു. എനിക്ക് തോന്നുന്നു 599 രൂപയ്ക്കോ മറ്റുമാണ് ആ ഫോണും കണക്ഷനും ഉൾപ്പെടെ അന്ന് കൊടുത്തത് എന്നാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നഷ്ടത്തിലാവും. അന്ന് പേരെടുത്ത് വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ സാധാരണ ജനങ്ങളിലേക്കൊക്കെ ആ പേര് വരുന്നതേ ഉള്ളൂ. ജിയോയുടെ ആപ്പ് വരെ നമുക്ക് മൊബൈലിൽ വന്നായിരുന്നില്ലേ? അതെ, ഫ്രീ ആയിട്ട് നമ്മൾ കുറെ ക്രിക്കറ്റ് കളിയുണ്ട്. ഇപ്പോഴാണ് അത് പെയ്ഡ് ആയത്. അതെ. അപ്പൊ ആ ഒരു ഫോൺ വരുമ്പോഴും എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇതൊക്കെ എന്തോരം പോകാനാണ്, ഇതൊന്നും നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വന്ന് വളരെ ആദ്യമൊക്കെ എല്ലാവരും
വേഗം എടുത്തു. പിന്നീട് എല്ലാവരിലും ഒരു ഉൾവലിവ് വന്നു, ഇത് പ്രശ്നമാകും, കാരണം ഇത് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഫോണ് നോക്കേണ്ടി നമ്പർ വരും. ഇതെല്ലാം എടുക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ മാറി. പക്ഷെ പിന്നീട് വന്നതും ജിയോയുടെ യുഗം തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രി, റിലയൻസിന്റെ പമ്പുകൾ ഇതെല്ലാം തന്നെ സാർവത്രികമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റെടുക്കുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ബ്രിട്ടീഷ് കമ്പനിയെയാണ്, ഒരു വലിയ കമ്പനിയാണ്, ബ്രിട്ടീഷ് ഒരു കുത്തക കമ്പനിയെയാണ്, കാലപ്പഴക്കമുള്ള ഒരു കമ്പനി. അതെ, ആ കുത്തക കമ്പനിയെ ഒരു ഇന്ത്യൻ വ്യവസായി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും